ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കോവളം ബീച്ചിലോട്ടാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കോവളം ബീച്ചും അതിൻ്റെ പരിസരത്തെ കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബാലരാമപുരം വഴിയാണ് പോകുന്നത്. അപ്പോൾ ബാലരാമപുരത്തുനിന്ന് വിഴിഞ്ഞം ആ ഭാഗത്തുനിന്ന് നേരെ കട്ട് ചെയ്ത് കോവളം അങ്ങനെയാണ് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത്. സോ ആ സമയമാകുമ്പോഴത്തേക്കും വലിയ തിരക്കൊന്നുമില്ലാത്ത റോഡാണ് ഈ ഒരു ഭാഗത്തോട്ടെ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു റൂട്ട് പ്ലാൻ ചെയ്തത്. അങ്ങനെ നമ്മൾ ഏകദേശം കോവളം ബീച്ച് പരിസരത്ത് എത്താറായി. ഇപ്പോൾ കോവളം ബീച്ചിൻ്റെ പരിസരമൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയായിട്ടൊക്കെ തന്നെയാണ് കിടക്കുന്നത്. വലിയ ചപ്പോ ചവറുകളൊന്നുമില്ല, നല്ല ഭംഗിയായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു റൂട്ടാണ്, ഇതാണ് നേരെ നമ്മൾ കോവളം ബീച്ചിൻ്റെ മെയിൻ ബീച്ചിലോട്ട് പോകുന്നത്. അപ്പം മെയിൻ ബീച്ചിലോട്ടുള്ള ആ ഒരു റോഡാണ്. പക്ഷേ ടാറിട്ട ഒരു റോഡായിരുന്നെങ്കിൽ കുറച്ചുകൂടെ സേഫായിട്ട് തോന്നുമായിരുന്നു. എനിക്കിപ്പം 2 വീലറിൽ നമ്മൾ വന്ന സമയത്ത് ഈ ഒരു ഇറക്കം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഇൻ്റർലോക്കും കൂടെ ആയപ്പോഴത്തേക്കും നമുക്ക് നിന്ന് സ്ലിപ്പാവുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ഭാഗമൊക്കെ എനിക്ക് തോന്നുന്നു ടാർ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആവുമായിരുന്നു, പ്രത്യേകിച്ച് 2 വീലർ ഡ്രൈവേഴ്സിനൊക്കെ. 4 വീലേഴ്സിന് പിന്നെ വലിയ കുഴപ്പമില്ല, കാര്യം നല്ലൊരു കുത്ത് ഇറക്കമാണ്. ആ ഒരു ഇറക്കത്തിൽ ഇത്തരത്തിൽ പാവിംഗ് ബ്ലോക്സ് ഇട്ടേക്കുന്നത് എത്രത്തോളം ഒരു ശാസ്ത്രീയമായിട്ടുള്ള കാര്യമാണെന്ന് അറിയത്തില്ല. നമ്മൾ ഇറങ്ങിയ സമയത്തും ബൈക്ക് കുറച്ചൊക്കെ സ്ലിപ്പാവുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതിൻ്റെ അവിടെ നിന്നാണ് പാർക്കിംഗ് ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരെ ഇറങ്ങി ചെന്നിട്ട് പാർക്കിങ്ങിൽ നമുക്ക് വണ്ടി വയ്ക്കാൻ പറ്റും. ഇത് 2 വീലർ പാർക്കിംഗ് ആണ്. ഇനി അപ്പുറത്ത് 4 വീലർ പാർക്കിംഗ് ഉണ്ട്. 2 വീലർ പാർക്കിംഗ് ഫ്രീ ആണ്. 4 വീലർ പാർക്കിങ്ങിന് അവിടെ പൈസ അടച്ചിട്ട് വേണം നമുക്ക് അകത്ത് കൊണ്ട് പാർക്ക് ചെയ്യാൻ. സോ വണ്ടി ഒക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ മെയിൻ ബീച്ചിലോട്ട് ഇറങ്ങുവാണ്. അല്ല, ഒരു കേരളത്തിൽ തന്നെ അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ളൊരു ബീച്ചാണ് ഈ കോവളം ബീച്ചെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പല ബീച്ചുകളും സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കോവളം ബീച്ച് കുറച്ച് സ്പെഷ്യലായിട്ട് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിശാലമായിട്ടുള്ളൊരു ബീച്ചാണ്. അപ്പം നമ്മൾ ഈ നേരെ ബീച്ച് പരിസരത്തോട്ടെത്തുമ്പോൾ ഇവിടെ നിന്നാണ് കാഴ്ച. ഇവിടെ നിന്ന് നല്ല ഒരു വലിയൊരു പ്രദേശം തന്നെ ഇങ്ങനെ ബീച്ചായിട്ട് പോകുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ സ്പീഡ് ബോട്ട് സർവീസുകൾ, അതുപോലെ തന്നെ സ്നോർക്ലിംഗ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇവിടെ അതിൻ്റെ ഏജൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതുപോലെ ബെഡ്സ് ഉണ്ട്. ആ ബെഡ്സ് നമുക്ക് വേണമെങ്കിൽ ഹയർ ചെയ്തെടുത്ത് നമുക്ക് സൺബാത്തൊക്കെ നടത്താം. പക്ഷേ അതൊക്കെ കൂടുതലും ഫോറിനേഴ്സാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ അവർ അതിന് വേണ്ടിയിട്ടാണ് ഈ സൺബാത്ത് കൊള്ളുന്നതിന് വേണ്ടിയിട്ടാണ് അവർ കോവളത്തോട്ട് വരുന്നത്. അപ്പോൾ മൊത്തത്തിലൊരു ബീച്ച് നോക്കുകയാണെങ്കിൽ ഒരു ആദ്യത്തെ കാഴ്ചയിൽ ഈ ബീച്ചിൻ്റെ ആ ഒരു പരിസരമല്ല, ആ ബീച്ച് മൊത്തത്തിൽ നല്ല വൃത്തിയാണ്. പക്ഷേ പരിസരം അത്ര വൃത്തിയാണെന്ന് അറിയത്തില്ല. ആ ബീച്ചിലോട്ട് ഇറങ്ങുന്ന സമയത്ത് വലിയ ട്രാഷോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് നേരെ പോകുന്നത് വാക്ക് വേ ആണ്. അപ്പോൾ ഈ വാക്ക് വേ നമുക്ക് നടന്നു പോകുമ്പോഴത്തേക്കും ഈ 2 സ്ഥലവും, ഈ വാക്ക് വേയുടെ ആ ഭാഗങ്ങൾ മൊത്തത്തിൽ നമുക്ക് കുറേ റിസോർട്ടുകളും അതുപോലെ തന്നെ കുറേ കടകളൊക്കെ, ഷോപ്പുകളും മറ്റു കാര്യങ്ങളൊക്കെ കാണാം. സോ കൂടുതലും ആൾക്കാർ, പ്രത്യേകിച്ചും ടൂറിസ്റ്റുകൾക്കൊക്കെ വാങ്ങിക്കാനുള്ള തൊപ്പി, ഷാള്, പിന്നെ അതുപോലെ ടോപ്പുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ഈ വാക്ക് വേയുടെ അപ്പർ സൈഡ് മൊത്തത്തിൽ ബീച്ചാണ്. അപ്പോൾ ആ ഈ ഒരു വാക്ക് വേ മൊത്തത്തിൽ ഒരു ബീച്ചിൻ്റെ പരിസരത്തായിട്ടുള്ളതാണ് കിടക്കുന്നത്. അപ്പം നമുക്ക് ഒരു സൈഡിൽ ബീച്ച് തിരക്കാണെങ്കിൽ നമുക്ക് കുറച്ച് നടന്നു കഴിഞ്ഞാൽ തിരക്കില്ലാത്ത പരിസരങ്ങളുണ്ട്, ബീച്ച് പരിസരങ്ങളുണ്ട്. അങ്ങനെ അതാണ് ഈ ഒരു കോവളത്തിൻ്റെ ഒരു പ്രത്യേകത. ഭയങ്കര കൺജസ്റ്റഡ് ആ ഒരു ഫീൽ ആവത്തില്ല. എത്ര ആൾ വന്നു കഴിഞ്ഞാലും എല്ലാവരും ഉൾക്കൊള്ളാൻ കണക്കിനുള്ള വിശാലമായിട്ടുള്ളൊരു ബീച്ചാണ്. സോ ഈ ഒരു ഭാഗത്ത്, ഈ വള്ളം ഇട്ടേക്കുന്നതിൻ്റെ ആ ഭാഗത്തും നല്ല വിശാലമായിട്ടുള്ള ബീച്ചാണുള്ളത്. അവിടെയും നമുക്ക് വേണമെങ്കിൽ പോയി എൻജോയ് ചെയ്യാം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരക്കില്ലാത്തൊരു ഭാഗത്തോട്ട് ബീച്ചിലോട്ട് ഇറങ്ങി. ഇതാണ് ബീച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നല്ല വിശാലമായിട്ട് നിരന്ന് കിടപ്പുണ്ട്. അതായത് നമുക്ക് ഒരുപാട് ദൂരം അകത്തോട്ട് നടന്നു പോവാം. ഈ തിര വരുന്ന ആ ഭാഗത്തോട്ടും കുറേ കൂടെ നടന്ന് അകത്തോട്ട് പോകാൻ നമുക്ക് പറ്റും. ഭയങ്കര സേഫാണ്. പക്ഷേ എങ്കിലും ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അനുവദിക്കത്തില്ല. അവിടെ ഗാർഡുമാരുണ്ട്, അവർ വിസിലടിക്കും. സോ അതുവരെയൊക്കെ നമുക്ക് പോകാം. ഇപ്പോൾ അവർ ആ പിള്ളേർ കുളിക്കുന്ന ആ ഭാഗത്തൊക്കെ ഭയങ്കര സേഫായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും. ഒരു പരിധിക്കപ്പുറത്തോട്ട് പോകാതിരുന്നാൽ മതി. പിന്നെ ഒരു കിടിലൻ കാഴ്ചയാണ്. ബീച്ച് ഭാഗങ്ങളിലൊക്കെ കുറച്ച് വൃത്തിയുണ്ട്. പക്ഷേ ബീച്ചിൻ്റെ ചില ഭാഗങ്ങളിൽ, അതായത് അതിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ അത്യാവശ്യം വൃത്തിയില്ലാതെയാണ് കിടക്കുന്നത്. സോ അതൊരു കൺസേൺ ആണ്. അതിപ്പം വിദേശികളൊക്കെ ഒരുപാട് വരുന്ന ബീച്ചാണ്. നമുക്കിപ്പോൾ ഈ ഒരു ബീച്ച് പരിസരത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പോയ സമയത്ത് ഏറ്റവും കൂടുതൽ വിദേശികളെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ഫോറിനേഴ്സ് ഉണ്ട്. അതിൻ്റെ ഈ ബീച്ച് പരിസരത്തുള്ള റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് ഫുഡ് കഴിക്കുന്നതാവട്ടെ, ആ റെസ്റ്റോറൻറ്റുകൾ നിറച്ചും ഒരുപാട് വിദേശികൾ ഇരിക്കുന്നുണ്ട്, ബിയറൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു അടിപൊളിയായിട്ട് തോന്നി. ഇതാണ് ബീച്ച് കഴിയുമ്പോഴുള്ള അവസ്ഥ. അതായത് ബീച്ച് നല്ല വൃത്തിയുണ്ടെങ്കിലും
ബീച്ച് കഴിയുമ്പോഴത്തേക്കും ബീച്ചിൻ്റെ ആ ഒരു പരിസര ഭാഗങ്ങളിലൊക്കെ കുറച്ച് ട്രാഷും ഇത് വേസ്റ്റൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നം ഇവിടെ കാണുന്നുണ്ട്. അതൊരു അഭംഗിയാണ്. പ്രത്യേകിച്ച് നമ്മളെ ഒരുപാട് വിദേശികളൊക്കെ വരുന്ന ഭാഗമാകുമ്പോഴത്തേക്കും അത്രയ്ക്കും വൃത്തിയായിട്ടിട്ടില്ലെങ്കിൽ അവർ മടുത്തു പോകും. അപ്പം ഈ ഒരു സംഭവത്തിൽ സൺബാത്ത് കൊള്ളാനുള്ള ഈ ഒരു ബെഡുണ്ടല്ലോ, അത് മൊത്തത്തിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. നല്ല ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ അത് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത് നമുക്ക് റെൻ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ അത് കൂടുതലും യൂസ് ചെയ്യുന്നത് ഫോറിനേഴ്സാണ്. നമ്മുടെ നാട്ടുകാരൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ സൺബൺ കിട്ടുന്നുണ്ട്. അപ്പോൾ സൺബാത്ത് ചെയ്യാൻ വരുന്നവർക്കാണ് അതിൻ്റെ ഒരു ആവശ്യം. അപ്പോൾ ഇത് നീലകണ്ഠ എന്ന് പറയുന്നിട്ടുള്ള ഒരു റിസോർട്ടാണ്. ഇതുപോലെ കടകളും റിസോർട്ടുകളാണ് ഈ സൈഡ് മൊത്തത്തിലുള്ളത്. മൊത്തത്തിൽ അത്യാവശ്യം നല്ല ഹൈ ക്ലാസ് റെസ്റ്റോറൻറ്റുകൾ, അതുപോലെ തന്നെ ഹൈ ക്ലാസ് റിസോർട്ടുകൾ, പിന്നെ ബഡ്ജറ്റ് റിസോർട്ടുകൾ എല്ലാം ഈ ഒരു ഭാഗത്ത് തന്നെ ഉണ്ട്. ഈ ഒരൊറ്റ വാക്ക് വേയുടെ ഒരു സൈഡിൽ തന്നെ ഉണ്ട്. അത് നമുക്ക് ഓൺലൈനായിട്ട് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് കയറി ചെന്ന് ബുക്ക് ചെയ്യാം. അങ്ങനെയുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. സോ ഒരു പുറത്ത് നിന്ന് ഒരു 2 ദിവസം എൻജോയ് ചെയ്യാൻ വരുന്നവർക്കുള്ള എല്ലാം ഉണ്ട്. കാര്യം ഈ ഒരു അവർ കാണുന്ന ലൈറ്റ് ഹൗസിൻ്റെ അപ്പുറത്തെന്ന് പറയുന്നത് വിഴിഞ്ഞമാണ്. ഇപ്പം നമുക്ക് ഇവിടെ റൂം എടുത്തിട്ട് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് രാത്രി ആകുമ്പോഴത്തേക്കും ആ ലൈറ്റ് ഹൗസിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്. ആ വഴി നേരെ കയറി കഴിഞ്ഞാൽ നമുക്ക് വിഴിഞ്ഞെത്തും. വിഴിഞ്ഞത്തുനിന്ന് സീ ഫുഡ് റെസ്റ്റോറൻറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ നിന്ന് ഫുഡ് അടിക്കാം. അങ്ങനെ മൊത്തത്തിലൊരു അത്യാവശ്യം വൈബ് പ്രദേശമാണ് ഈ കോവളം വിഴിഞ്ഞം ഭാഗം എന്ന് പറയുന്നത്. ഇത് കുറച്ചുകൂടെ ഉള്ളിലോട്ട് വരുമ്പോൾ ഒരു ഭാഗമാണ്. ഇവിടെ കുറച്ചുകൂടെ ഫോറിനേഴ്സ് ഉണ്ട്. കാര്യം ഇവിടെ കുറേ കൂടെ ഫോറിനേഴ്സിന് പ്രാധാന്യം കൊടുക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. കാര്യം ഈ ഭാഗത്ത് മൊത്തത്തിൽ ഫോറിനേഴ്സാണ് ഉള്ളത്. ഈ സൺബാത്ത് കിടക്കുന്ന എല്ലാം ഫോറിനേഴ്സാണ്. ഇവിടെ കാണുന്നതെല്ലാം ഫോറിനേഴ്സ്. തൊട്ടപ്പുറത്ത് തന്നെ ഹോട്ടൽ ലീല പാലസിൻ്റെ റിസോർട്ടിൻ്റെ ഭാഗങ്ങളുമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് ടൂറിസ്റ്റുകൾ, ഒരുപാട് വിദേശികൾ ഈ ഭാഗത്ത് ഇറങ്ങുന്നതിൻ്റെ പ്രധാന കാരണം കുറച്ച് നല്ല റിസോർട്ടുകൾ ആ ഭാഗത്തുള്ളതുകൊണ്ടാണ്. അപ്പോൾ അവിടെ താമസിക്കുന്ന വിദേശികളെല്ലാം ഇവിടെ വരും. ഇപ്പോഴത്തെ സീ ഫുഡ് റെസ്റ്റോറൻറ്റുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അടിപൊളി ഒരു പ്രദേശമാണ്. പിന്നെ ഇവിടെ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാക്ക് വേ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു അത്രയ്ക്കൊരു നല്ല രീതിയിലല്ല മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. സോ പല ഭാഗങ്ങളിലും ഈ ഭാഗത്തെ വൃത്തിയുണ്ടെങ്കിലും നമ്മൾ വരുന്ന ഭാഗത്തൊക്കെ ഒരുപാട് ചവറൊക്കെ കിടപ്പുണ്ട്. ബീച്ചിലോട്ട് ചവറില്ലെങ്കിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ഈ വാക്ക് വേ ആ ഭാഗത്തൊക്കെ കുറച്ച് പ്രശ്നങ്ങളാണ്. സോ ഈ ഭാഗം കുറച്ച് ഭംഗിയുണ്ട്. പക്ഷേ ഈ വാക്ക് വേ തുടങ്ങുന്ന ഭാഗം, പിന്നെ ഏറ്റവും അവസാനിക്കുന്ന ഭാഗമൊക്കെ കുറച്ച് പ്രശ്നമായിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പബ്ലിക് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഭയങ്കര ശോകമാണ്. കൂടുതലും ഈ വിദേശികൾക്ക് എനിക്ക് തോന്നുന്നു അവരുടെ റൂമിൽ പോയായിരിക്കും എന്തെങ്കിലുമൊക്കെ സാധിക്കാനുണ്ടെങ്കിൽ സാധിക്കുന്നത്. കാര്യം ഇവിടെ പബ്ലിക് ടോയ്ലറ്റ് ഫെസിലിറ്റി അത്ര ഒരു സുഖകരമായിട്ടുള്ള ഒരു കാര്യമല്ല. നമുക്ക് പോലും അത് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം എങ്ങനെയാണ് ഈ വിദേശത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് അതൊരിക്കലും സഹിക്കാൻ പറ്റില്ല. നല്ല സ്മെല്ലും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഭയങ്കര അത്യാവശ്യമാണ്. പബ്ലിക് ടോയ്ലറ്റ് ഭയങ്കര വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട അത്യാവശ്യമാണ്. മാത്രമല്ല പബ്ലിക് ടോയ്ലറ്റ് ഫെസിലിറ്റി പെട്ടെന്ന് നമുക്ക് അറിയാനും പറ്റത്തില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല. പാർക്കിങ്ങിൻ്റെ ആ ഭാഗത്ത് ഒരു ചെറിയ ഒരു മൂത്രപ്പുരയുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വാക്ക് വേ ഏകദേശം തീരാറാവുന്ന ഭാഗത്ത് ഒരു പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്. അല്ലാണ്ട് പബ്ലിക് ടോയ്ലറ്റ് ഫെസിലിറ്റി അല്ലാണ്ട് നമുക്ക് അവൈലബിൾ അല്ല. പക്ഷേ ഈ ഉള്ള രണ്ട് സ്ഥലവും തന്നെ അത്രയ്ക്ക് വൃത്തിയുള്ള ഒരു സംഭവമല്ല. കാര്യം കൂടുതലും യൂസ് ചെയ്യുന്നത് നമ്മുടെ പ്രാദേശിക ടൂറിസ്റ്റുകളൊക്കെയാണ്. അപ്പോൾ അവർ യൂസ് ചെയ്തിട്ട് വലിയ വൃത്തിയോടെയല്ല അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഈ പൈസ വാങ്ങിച്ച് ഇടുന്ന ആൾക്കാർ, മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ₹1 5 രൂപയൊക്കെ വാങ്ങിച്ച് വയ്ക്കുന്ന ആൾക്കാർ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്മെല്ലുണ്ട്. പിന്നെ കോവളത്തിൻ്റെ വിശേഷങ്ങളെന്ന് പറയുന്നത് ഈ ഒരു ചെറിയ ബീച്ചും അതിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളും മാത്രമല്ല. ഇവിടെ ഇഷ്ടം പോലെ ആക്ടിവിറ്റീസ് ഉണ്ട്. വാട്ടർ ബേസ്ഡ് ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ മറ്റ് 2-3 ബീച്ചും കൂടെ ഉണ്ട്. അതായത് ഇതിപ്പം നമ്മൾ നിൽക്കുന്ന ഹവാ ബീച്ചാണ്. ഇതിൻ്റെ അപ്പുറത്ത് സാഗര എന്ന് പറഞ്ഞിട്ടൊരു ബീച്ചുണ്ട്. പിന്നെ അതിനപ്പുറത്ത് മറ്റൊരു ബീച്ചിൻ്റെ ആ ഒരു പ്രദേശം കുറച്ച് ഫോട്ടോജീനിക്കൊക്കെ ആയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനും ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടേക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിലുള്ളൊരു കോവളം എന്ന് പറയുന്നത്. അപ്പം ഒരു ദിവസം 2 ദിവസമൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും കോവളത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഇത് കോവളത്തെ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസാണ്. അപ്പം ഇതിൻ്റെ ഏജൻസികളുണ്ട്. അപ്പോൾ അവരൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്നോർക്കലിംഗ്, നമുക്ക് വെള്ളത്തിനകത്തൂടെ അടിയിലൂടെ നമുക്ക് സഞ്ചരിച്ച് പവിഴപ്പുറ്റുകൾ, മീനുകളൊക്കെ കാണുന്ന സെറ്റപ്പ്,
അത് നമുക്ക് ചെയ്യാം. പാരാഗ്ലൈഡിങ് ചെയ്യാം. അതുപോലെ തന്നെ സ്പീഡ് ബോട്ട് ആക്ടിവിറ്റീസ്, അങ്ങനെ ഇഷ്ടം പോലെ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ആകർഷണം എന്ന് പറയുന്നത്. അതിൻ്റെ അടുത്ത ആകർഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സാഗര ബീച്ച്, പിന്നെ അതിൻ്റെ അപ്പുറത്ത് കുറച്ച് പ്രദേശങ്ങൾ. അപ്പോൾ അതൊക്കെ കുറച്ചുകൂടെ കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും പൊളി സാധനമാണ്. അത് മാത്രമല്ല, ഇനി രാത്രിയായി കഴിഞ്ഞാൽ രാത്രി വൈബ്, നൈറ്റ് വൈബും പൊളിയാണ് കോവളത്തിൻ്റെന്ന് മാത്രമല്ല, പിന്നെ ഇവിടെ നിന്ന് കുറച്ച് ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ലൈറ്റ് ഹൗസിൻ്റെ അപ്പുറത്തോട്ട് വിഴിഞ്ഞമാണ്. അപ്പം വിഴിഞ്ഞം ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നൈറ്റ് ഫുഡ് വേറെ ലെവലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് എൻജോയ് ചെയ്യാനുള്ള ഒരുപാട് സെറ്റപ്പുകളുണ്ട്. 1-2 ദിവസം പൊളിക്കാനുള്ള എല്ലാ ആക്ടിവിറ്റീസും ഇവിടെ തന്നെ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസേൺ ഇത് മാത്രമാണ്, അത്യാവശ്യം നല്ല രീതിയിൽ മലിനമാക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പല റെസ്റ്റോറൻറ്റുകളിൽ നിന്നുമൊക്കെ വരുന്ന അഴുക്ക് വെള്ളമാണ്. ഇത് നേരെ കടലിലോട്ടാണ് ഒഴുക്കി വിടുന്നത്. ഈ വെള്ളത്തിലാണ് ആൾക്കാർ കുളിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നത്. അപ്പം വിദേശികളെ സംബന്ധിച്ചിടത്തോളം അവർക്കിതൊരു ഭയങ്കര കൺസേണാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ കോവളം അടിപൊളിയാണ്. അപ്പം കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേസമയം ഒരു വേൾഡ് ക്ലാസ് ബീച്ചാക്കാനുള്ള എല്ലാ പൊട്ടൻഷ്യലുള്ള ഒരു കിടിലം ബീച്ചാണ്. അപ്പോൾ കോവളം ബീച്ചിൻ്റെ രാത്രി വിശേഷങ്ങൾ, മറ്റു വിശേഷങ്ങളായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ കാണാം.